സമകാലീന ജീവിതത്തിൽ നമുക്കറിയാം, മനുഷ്യനെ മാത്രം വേർതിരിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യനെ വേർതിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ, പ്രധാന കാര്യം എന്തൊക്കെയാണ്? ഒന്ന്, മറ്റുള്ള ജീവികളിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കാൻ ശേഷിയുള്ളവനാണ് മനുഷ്യൻ എന്നുള്ളതാണ്. മറ്റൊന്ന്, ചിന്താശേഷി എന്നുള്ള കാര്യം പറഞ്ഞു. മറ്റൊന്ന്, ചിരിക്കാനുള്ള ശേഷി. ചിരിക്കാനുള്ള ശേഷി അതും ചിന്താശേഷിയും മനുഷ്യന് മാത്രമുള്ള ഗുണങ്ങളായിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഹാസ്യാത്മകമായ കാര്യങ്ങളെ ഉൾക്കൊള്ളാനും മനുഷ്യന് കഴിയുന്നു. ചിരി നല്ലൊരു ഔഷധമാണ്. ചിന്തയിലൂടെ നമുക്ക് ലോകത്തിൻ്റെ ഏതൊരു കോണിലെയും രഹസ്യങ്ങളെയും അതുപോലെ തന്നെ ഏതൊരു കോണിലെയും കാര്യങ്ങളെയും യാത്രയുടെയും അനന്തതയിലേക്കൊക്കെ യാത്രയാകുന്നതിന് കാരണമായി തീരുന്നത് മനുഷ്യൻ്റെ ചിന്തയാണ്. മനുഷ്യനെ മറ്റു മൃഗങ്ങളിൽ നിന്ന് വേറിട്ട് നിർത്തുന്ന രണ്ട് കാര്യങ്ങൾ ചിരിയും ചിന്തയും. അതുതന്നെയാണ് നമ്മുടെ പാഠഭാഗത്തിൻ്റെ പേര്. നല്ല ചിരി ഒരു ഉത്തമ ഔഷധമാണ്. അപ്പോൾ മാനസിക സംഘർഷങ്ങളെ, അതുപോലെ വിഷമങ്ങളെ, വൈകാരികമായ കാര്യങ്ങളെയെല്ലാം ഒരു ചിരി കൊണ്ട് മാറ്റാൻ കഴിയുന്നു. മനുഷ്യനെ ചിരിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രയാസപ്പെട്ട ഒരു കാര്യമെന്ന് പല ഹാസ്യ നടന്മാരും അഭിപ്രായപ്പെട്ടിട്ടുള്ളത് നാം കേട്ടിട്ടുണ്ടാകുമല്ലോ. കാരണം കരയിപ്പിക്കാൻ എളുപ്പമാണ്, നമുക്ക് ചിരിപ്പിക്കാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് എന്താണ് ചിരിയും ചിന്തയും എന്ന പാഠഭാഗത്തിലൂടെ പറയുന്നത് എന്ന് നമുക്ക് നോക്കണം. ആദ്യം അതിനായിട്ട് നമുക്കൊരു കാർട്ടൂൺ ചിത്രം കാണാം. പ്രശസ്തരായ സാഹിത്യകാരന്മാർ അല്ലെങ്കിൽ കാർട്ടൂണിസ്റ്റുകൾ വരച്ച ചിത്രങ്ങൾ നമ്മളിപ്പോൾ ദർശിക്കുകയുണ്ടായി. ഓരോ ചിത്രവും പറയുന്ന കാഴ്ചകൾ വിഭിന്നമാണ്. വ്യത്യസ്തമായ കാഴ്ചകളെ പറയുന്ന, വ്യത്യസ്തമായ ആശയങ്ങളെ പറയുന്ന ചിത്രങ്ങളാണ് ഇവിടെ നമ്മൾ കണ്ടിട്ടുള്ള ആ കാർട്ടൂണുകൾ. എന്തൊക്കെയാണ് കാർട്ടൂണുകൾ പങ്കുവയ്ക്കുന്നത്? സമകാലീന ജീവിതത്തിലെ സാമൂഹ്യ പ്രാധാന്യമുള്ള കാര്യങ്ങളെ വിമർശനാത്മകമായിട്ട്, ഹാസ്യാത്മകമായിട്ട് ചിത്രീകരിക്കുക. ഒപ്പം ആ കാര്യത്തെ ഭരണകൂടത്തിനെ അല്ലെങ്കിൽ സമൂഹത്തിനെ ബോധ്യമാക്കി കൊടുക്കുക, സമൂഹത്തിലെ ഓരോരുത്തർക്കും ബോധ്യമാക്കി കൊടുക്കുന്നതിന് ആ ഒരു കാർട്ടൂൺ എന്ന ശാഖയിലൂടെ സാധിക്കുന്നുണ്ട്. കാർട്ടൂണുകൾ കേവലം ചിരിയുണർത്തുക മാത്രമല്ല ചെയ്യുന്നത്, ശക്തമായ ചിന്തയും സാമൂഹികമായ തിരിച്ചറിവും നേടാനായിട്ട് കാർട്ടൂണുകൾക്ക് കഴിയുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഈ ചിത്രങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പ്രമുഖരായ മലയാളി കാർട്ടൂണിസ്റ്റുകളെ കുറച്ച് നമുക്ക് പരിചയപ്പെടാം. കാരണം മലയാളത്തിൽ ഒത്തിരി കാർട്ടൂണുകൾ ചെയ്ത് പ്രശസ്തരായ അല്ലെങ്കിൽ സമൂഹത്തെ ഉദ്ബോധിപ്പിച്ച ഒത്തിരി ആളുകളുണ്ട്. അവരെ ഒന്ന് നമുക്ക് പരിചയപ്പെടാം. ശങ്കർ, അബു, OV വിജയൻ, യേശുദാസൻ, BM ഗഫൂർ, G അരവിന്ദൻ, ഗോപികൃഷ്ണൻ. അപ്പോൾ പാഠഭാഗത്തിലെ കാർട്ടൂൺ നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് പാഠഭാഗത്തിലെ കാർട്ടൂൺ. ഒരുമയുണ്ടെങ്കിൽ ഉലക്കമേലും കിടക്കാം. അപ്പോൾ ഒരാൾ താഴെ പറയുന്നത് നമുക്കറിയാം, ഒരു കട്ടിൽ ഉണ്ടെങ്കിൽ ഒരുമ ആവശ്യമില്ല, ഒരുമയുണ്ടെങ്കിൽ ഉലക്കമേലും കിടക്കാം എന്ന് പറയുന്നുണ്ട്. കട്ടിലുണ്ടെങ്കിൽ ഒരുമ ആവശ്യമില്ല എന്ന് പറയുന്ന വലിയ തമാശ. ഒപ്പം ഒരുമ നഷ്ടപ്പെട്ടു പോകുന്ന സമൂഹത്തിൻ്റെ കാഴ്ചയെ പറയുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു കാർട്ടൂണിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഈ കാർട്ടൂണിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? എന്തൊക്കെ
കാര്യങ്ങളാണ് ഈ കാർട്ടൂൺ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഒരുമയില്ലാതെയുള്ള മനുഷ്യൻ്റെ പോക്ക് അല്ലെങ്കിൽ ജീവിതം, അവനവൻ്റെ ഉള്ളിലേക്ക് ചുരുങ്ങുന്ന മനുഷ്യൻ്റെ അവസ്ഥ, ചിരിക്കുന്നതോടൊപ്പം മനുഷ്യനെ ചിന്തിപ്പിക്കുന്നവയാണ് കാർട്ടൂണുകൾ എന്ന് നമുക്ക് ഈ ഒരു കാർട്ടൂണിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റൊരു കാർട്ടൂൺ കണ്ടു നോക്കാം. ആ കാർട്ടൂണിൻ്റെ വിശകലനം ഒന്ന് ചെയ്തു നോക്കാം. ഇനി അതൊരു ഹോംവർക്കായിട്ടിരിക്കട്ടെ. കാർട്ടൂൺ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു കാർട്ടൂൺ തയ്യാറാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതില്ലേ? മനസ്സിലാക്കിയാൽ മാത്രം പോരല്ലോ, നമുക്കൊരു കാർട്ടൂൺ വരച്ച് നോക്കുകയും വേണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു കാർട്ടൂൺ വരയ്ക്കുന്ന സമയത്ത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ഉൾപ്പെടുത്തേണ്ടത് എന്ന് നമുക്കൊന്ന് നോക്കാം. ആകർഷകമായ വാക്യങ്ങൾ, നേരിട്ട് പറയാതെ പരിഹാസ രൂപത്തിൽ പറയുന്നത്, ചിത്രത്തിൻ്റെ പ്രസക്തി, ആശയ വ്യക്തത, ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടാവണം കാർട്ടൂൺ തയ്യാറാക്കേണ്ടത്. അപ്പോൾ നമുക്കൊരു കാർട്ടൂൺ തയ്യാറാക്കാം. കാർട്ടൂൺ തയ്യാറാക്കാനുള്ള വിഷയങ്ങൾ അപ്പോൾ മാഷ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. മൊബൈൽ യുഗത്തിലെ മനുഷ്യൻ, ഫാഷൻ ഭ്രമം, അതിമോഹികൾ, അല്ലെങ്കിൽ പരിധിയിൽ കറഞ്ഞ അതിമോഹികൾ, ഇങ്ങനെയുള്ള 3 വിഷയത്തെ നമുക്കൊന്ന് കാർട്ടൂൺ വരച്ചു നോക്കിയാലോ? ഏതെങ്കിലും ഒരു വിഷയത്തിൻ്റെ കാർട്ടൂണൊന്ന് നമുക്ക് വരച്ച് നോക്കാം. അത് ഒരു ഹോംവർക്കായിട്ട് ചെയ്യാമല്ലോ. വരയ്ക്കാൻ നിങ്ങൾക്കൊക്കെ ഇഷ്ടമല്ലേ? അപ്പോൾ നമുക്കൊന്ന് വരച്ച് നോക്കാം. ഇനി എന്തൊക്കെയാണ് ഒരു കാർട്ടൂൺ ടീച്ചർ അല്ലെങ്കിൽ മാഷ് വിലയിരുത്തുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് പരിശോധിക്കുക? അതുകൂടെ നമ്മൾ അറിയേണ്ടതില്ലേ നമുക്ക് മുഴുവൻ ഗ്രേഡും കരസ്ഥമാക്കുന്നതിന് വേണ്ടിയിട്ട്? അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അതിന് പരിശോധിക്കേണ്ടതായിട്ട് വരുന്നത് എന്നൊന്ന് നമുക്ക് നോക്കാം. സന്ദർഭം പ്രശ്നവുമായി ബന്ധപ്പെട്ട പ്രസക്തമായ ആശയങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ആശയം ശക്തമായി വിനിമയം ചെയ്യാൻ അനുയോജ്യമായ പ്രതീകങ്ങളും ഭാഷയും, അതായത് കാരിക്കേച്ചർ, ചിത്രങ്ങൾ, പദങ്ങൾ, പ്രയോഗങ്ങൾ, വാക്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ആകർഷകമായ വിന്യാസം, ചിത്രത്തിൻ്റെ വലിപ്പക്രമീകരണം പാലിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 4 കാര്യങ്ങളെയും ആണ് നമ്മൾ വിലയിരുത്തൽ, ഗ്രേഡിങ്ങിന് നോക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഹോംവർക്ക് അല്ലെങ്കിൽ ആ ചിത്രരചന പൂർത്തിയാക്കാനായിട്ട് ശ്രമിക്കാം. ശരി, നമുക്ക് ബാക്കി ഭാഗത്തിലേക്ക് കടക്കാം. ആഭരണം എന്ന ഒരു പാഠഭാഗമാണ് നമുക്ക് അടുത്തതായി പഠിക്കാനുള്ളത്. അത് കടക്കുന്നതിനേക്ക് മുമ്പ് ഐതിഹ്യമാല എന്ന പുസ്തകവും, അതുപോലെ തന്നെ ഐതിഹ്യമാലയിലെ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലെ മുട്ടസ്സു നമ്പൂതിരിയുടെ കഥയാണ് നമുക്ക് ആഭരണം എന്ന പാഠത്തിലൂടെ പഠിക്കാനുള്ളത്. അങ്ങനെയാണെങ്കിൽ മുട്ടസ്സു നമ്പൂതിരിയുടെ മറ്റൊരു കഥ നമുക്ക് കേൾക്കേണ്ടതില്ല. എത്ര രസികനായ ആളാണെന്ന് നമുക്ക് അറിയാൻ കഴിയണ്ടേ? ഇതാണ് നമ്മുടെ ഐതിഹ്യമാല എന്ന പുസ്തകം. ഈ പുസ്തകത്തിലെ 1-ാം ഭാഗത്തിൽ ഉൾപ്പെട്ട ഒരു ഭാഗമാണ്, ചെറിയൊരു കഥാഭാഗമാണ് മുട്ടസ്സു നമ്പൂതിരിയുടെ കഥകൾ. മുട്ടസ്സു നമ്പൂതിരിയുടെ കഥകളിലേക്ക് നമുക്കൊന്ന് കടക്കാം. മുട്ടസ്സു നമ്പൂതിരി വലിയ രസികനായിരുന്നു. ഒരിക്കൽ മുട്ടസ്സു നമ്പൂതിരി കുട്ടികൾ പഠിക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലുന്ന സമയമാണ് കഥയുടെ തുടക്കം. അവിടെ ശാസ്ത്രികൾ മൂത്രശങ്കയായിട്ട് കുളത്തിനരികിലേക്ക് പോകുന്ന ഒരു കാഴ്ച കണ്ടു. അങ്ങനെ കുട്ടികൾ രഘുവംശം പഠിക്കുന്ന കാഴ്ചയും നമ്പൂതിരി കണ്ടു. കുട്ടികൾ പഠിക്കുന്നതിനിടയിൽ കുട്ടികൾക്ക് ചില വാക്കുകൾ വായിച്ച് മനസ്സിലാക്കാൻ കഴിയാതെ വരുന്നു. അങ്ങനെ അച്ചസ്ഫടികമാല എന്താണ് എന്ന് നമ്പൂതിരിയോട് ചോദിക്കുകയാണ്. ശാസ്ത്രി വരുന്നതിന് മുമ്പ് സംശയം വന്നപ്പോൾ കുട്ടി ചോദിക്കുകയാണ്, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ എന്ന് നമ്പൂതിരി പറയുകയും ചെയ്തു. അച്ചസ്ഫടികമാല എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ സ്ഫടികമാല. അപ്പോൾ അച്ഛൻ്റെ സ്ഫടികമാല എന്ന് പറയുമ്പോൾ അച്ഛൻ എന്ന് പറഞ്ഞാൽ അച്ഛൻ എന്ന് പറഞ്ഞാൽ അമ്മയുടെ നായർ എന്നാണ് നമ്പൂതിരി പറഞ്ഞത്. സ്ഫടികാക്ഷമാല എന്ന് പറഞ്ഞാൽ സ്ഫടികാക്ഷമാലയ്ക്ക് അതിൻ്റെ അർത്ഥം ശാസ്ത്രികൾ വരുമ്പോൾ തന്നെ ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. ഇങ്ങനെ ശാസ്ത്രികൾ മടങ്ങി വരുന്ന സമയത്ത് നമ്പൂതിരി അവിടെ നിന്ന് രക്ഷപ്പെട്ടു, അവിടെ നിന്ന് നീങ്ങി. കുട്ടികൾ ശാസ്ത്രിയോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അച്ഛൻ അമ്മയുടെ നായരാണ്,
അച്ഛൻ്റെ സ്ഫടികാക്ഷമാലയാണ് എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ ശാസ്ത്രികൾക്ക് ദേഷ്യം വന്നു. ശാസ്ത്രികൾ നമ്പൂതിരിയെ വിളിച്ച് പറഞ്ഞു, താങ്കൾ എന്ത് അബദ്ധങ്ങളാണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്, അറിവില്ലെങ്കിൽ അത് പറയാതിരുന്നാൽ പോരെ എന്ന് പറഞ്ഞു. അപ്പോൾ മുട്ടസ് നമ്പൂതിരി പറഞ്ഞത് എന്താണെന്ന് വെച്ചാലേ, താങ്കൾക്ക് താങ്കൾ വല്ല അറിവൊക്കെ പ്രാപ്തമാക്കിയിട്ടാണോ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്? ഞാൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് പോലും അങ്ങേക്കില്ലേ? ശാസ്ത്രികൾക്ക് കോപം വന്നു. ശാസ്ത്രികൾ വീണ്ടും, അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് അങ്ങ് ഏതെങ്കിലും കാര്യങ്ങൾ ചോദിച്ചോളൂ, ഞാനതിന് ഉത്തരം പറയാം. അങ്ങ് പറയുന്ന ചോദ്യങ്ങൾക്ക് ഞാൻ പറയുന്ന ചോദ്യങ്ങൾക്ക് അങ്ങും ഉത്തരം പറയുമെന്ന് പറഞ്ഞു. നമ്പൂതിരി പറഞ്ഞു, താൻ നക്ഷത്ര എണ്ണിയത് തന്നെ. ശാസ്ത്രികൾ പറഞ്ഞു, എന്നാൽ താൻ ചോദിക്കൂ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. താൻ അമരേശം വായിച്ചിട്ടുണ്ടോ എന്ന് നമ്പൂതിരി ചോദിച്ചു. എന്നാൽ അതിൽ നിന്ന് തന്നെ ആവട്ടെ ചോദ്യം. ശാസ്ത്രികൾ പറഞ്ഞു, ഞാൻ വായിച്ചിട്ടുണ്ട്. ഇന്ദിരാലോകമാത ഭാർഗവീ ലോകജനനി. എന്തിനാണ് ലോകമാത ലോകജനനി എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുള്ളത്? രണ്ടും ഒന്ന് തന്നെയല്ലേ, ജനനി എന്ന് പറഞ്ഞാലും ലോകമാത എന്ന് പറഞ്ഞാലും. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്? ശാസ്ത്രികൾ ചോദിച്ചു. ശാസ്ത്രികൾ പറഞ്ഞു, അത് ശരിയാണ്, ഒന്നായാലും മതിയല്ലോ. നമ്പൂരി പറഞ്ഞു, ഇത് തന്നെയാണ് തനിക്ക് അറിവില്ല എന്ന് പറഞ്ഞത്. ഇന്ദിരാലോകമാത എന്ന് പറഞ്ഞാലും ലോകമാത എന്ന് പറഞ്ഞാൽ ആകാശത്തേക്ക് നോക്കി കീഴ്പോട്ട് നോക്കി. ഈ സർവ്വലോകത്തിൻ്റെയും നാഥയാണ് മഹാലക്ഷ്മി എന്ന് പറയുന്നു. ഈ ഭൂമിയിലെ സർവ്വചരാചരങ്ങളെയും സൃഷ്ടിച്ച ജനനിയാണ്, അമ്മയാണ് എന്ന് പറയുന്നു. രണ്ടും രണ്ടല്ലേ ശാസ്ത്രികളെ എന്ന് പറഞ്ഞ് ശാസ്ത്രികളെ മുട്ടുകുത്തിച്ച വിദ്യാ നിപുണനാണ് മുട്ടസ് നമ്പൂതിരി. മുട്ടസ് നമ്പൂതിരി കുറുക്കിക്കൊള്ളുന്ന മറുപടിയും കുറുക്കിക്കൊള്ളുന്ന ഉത്തരവും പറയുന്ന രസികനായ തമാശക്കാരനായ ഒരു മുട്ടസ് നമ്പൂതിരിയാണ്. ഒത്തിരി കഥകളുണ്ട്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ അല്ലെങ്കിൽ ഐതിഹ്യമാല വായിക്കാൻ ശ്രമിക്കുക. ശരി, നമുക്ക് അപ്പോൾ മുട്ടസ് നമ്പൂതിരിയുടെ കഥ കേട്ടു. ആഭരണം എന്ന കഥ അത് നടക്കുന്നത് മറ്റെവിടെയുമല്ല, നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ആറാട്ടുപുഴ എന്ന സ്ഥലത്താണ്. ആറാട്ടുപുഴ എന്ന സ്ഥലത്തിന് ഒത്തിരി പ്രത്യേകതകൾ നമുക്കറിയാം അല്ലേ. ദേവസംഗമ ഭൂമിയാണ് എന്ന് പറയുന്നു. അവിടെ കൂട്ടിയെഴുന്നള്ളിപ്പ് അല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന ഉള്ള കാര്യമാണ്. അപ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ട് മുട്ടസ് നമ്പൂതിരി പോയ കാര്യത്തെയാണ് ആഭരണമെന്ന ഒരു ഹാസ്യ കഥയിലൂടെ അവതരിപ്പിക്കുന്നത്. നമുക്ക് നോക്കാം എന്താണ് ആഭരണം പറയുന്നത് എന്ന്. മറ്റുള്ളവരെ സ്നേഹിക്കുകയും പരിഹസിക്കുകയും തിരുത്തുകയും ചെയ്ത രസികനായിരുന്നു മുട്ടസ് നമ്പൂതിരി. ഒരു ദിവസം അദ്ദേഹം ആറാട്ടുപുഴ പൂരം കാണാൻ പോയി. പൂരത്തിന് വരുന്നവരെല്ലാം ശരീരത്തിൽ പരമാവധി ആഭരണങ്ങൾ അണിഞ്ഞാണ് എത്താറുള്ളത്. കയ്യിലില്ലാത്തവർ കടം വാങ്ങി അണിയും. ഇതായിരുന്നു പതിവ്. നമ്പൂതിരി ഒരു പെട്ടിയും തലയിലേറ്റി പൂരസ്ഥലത്ത് ആൽത്തറയിൽ കയറി നിൽപ്പായി. തൻ്റെ തറവാട്ട് വക സ്വത്തിൻ്റെ എല്ലാം ആധാരമാണ് ആ പെട്ടിയിലുണ്ടായിരുന്നത്. ആളുകൾക്ക് അത്ഭുതമായി. എന്താ തിരുമേനി പെട്ടിയേറ്റി നിൽക്കുന്നത്? അവർ അന്വേഷിച്ചു. ഓ, എൻ്റെ ആധാരപ്പെട്ടിയാണിത്. ഇത് തുറന്നു നോക്കിയാൽ എൻ്റെ വീട്ടിൽ എത്ര സ്വത്തുണ്ടെന്നറിയാം. അതിന് ഞങ്ങളാരും ഞങ്ങളുടെ സ്വത്ത് വെളിപ്പെടുത്തുന്നില്ലല്ലോ, ആളുകൾ പറഞ്ഞു. ഇല്ലേ, നിങ്ങളുടെ ശരീരത്തിലുള്ള ആഭരണങ്ങൾ നോക്കിയാൽ അറിയാമല്ലോ അത്. ഞാനങ്ങനെ ആഭരണം അണിഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് ആധാരപ്പെട്ടി ഏറ്റിയത്. നമ്പൂതിരിയുടെ മറുപടി കേട്ട് ആളുകൾ തല താഴ്ത്തി തങ്ങളുടെ ആഭരണഭ്രമം അവസാനിപ്പിക്കേണ്ടതാണെന്ന് മനസ്സിലാക്കി. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലെ ഭാഗമാണ് ആഭരണം. അപ്പോൾ നമ്മൾ കഥ വായിച്ചു കഴിഞ്ഞു അല്ലേ. മുട്ടസ് നമ്പൂതിരി തലയിൽ ഈ ആധാരപ്പെട്ടിയേറ്റി നിൽക്കാൻ കാരണം എന്താണ്? അതിൻ്റെ ചോദ്യം ഒരു ഒറ്റ വാക്കിൽ നമുക്ക് പറയാൻ കഴിയും. അത് മാഷ് പറഞ്ഞു തരില്ല, നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിച്ചെഴുതാമല്ലോ. നമ്മൾ പാഠം വായിച്ചപ്പോൾ മനസ്സിലാക്കിയ കാര്യമാണ് അല്ലേ. ആഡംബരവും പൊങ്ങച്ചവും സമൂഹത്തിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. വിവാഹങ്ങൾ, ഉത്സവങ്ങൾ, ആഘോഷങ്ങൾ, ഇവയിലെ മനുഷ്യൻ്റെ ആഭരണ പ്രകടനം അല്ലേ, ആഭരണ പ്രദർശനം, ആഭരണഭ്രമത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനും അവരെ അതിൻ്റെ പരിഹാസം മനസ്സിലാക്കിപ്പിക്കുന്നതിനുമാണ് മുട്ടസ് നമ്പൂതിരി ആ പെട്ടി തലയിലേറ്റി നിന്നത്. ഞാനങ്ങനെ ആഭരണം അണിഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് ആധാരപ്പെട്ടി ഏറ്റിയത്. നമ്പൂതിരിയുടെ ഈ വാക്കുകൾ സമൂഹത്തോട് എന്ത് കാര്യമാണ് പറയുന്നത്?
സമൂഹത്തിൻ്റെ എന്തൊക്കെ പ്രത്യേകതകളാണ് നമുക്കിതിൽ നിന്ന് പറയാൻ കഴിയുന്നത്? നമുക്കൊരു വിശകലനക്കുറിപ്പ് തയ്യാറാക്കിയാലോ? പാവപ്പെട്ടവനാണെങ്കിലും പണക്കാരെ പോലെ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പാടുപെടുന്ന മനുഷ്യരുടെ പ്രതിനിധികളെ പരിഹസിക്കുന്ന കാഴ്ചയാണ് ആ വരികളിലൂടെ നമുക്കറിയാൻ കഴിയുന്നത്. ഒപ്പം ഇന്നത്തെ സമൂഹത്തിൽ ധാരാളം പൊങ്ങച്ചം, ആഡംബരം, സമ്പത്തിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ രീതിയിലുള്ള ചടങ്ങുകൾ, ഇവയ്ക്കെല്ലാം മറുപടിയാണ് മുട്ടത്ത് നമ്പൂതിരിയുടെ ഈ ഒരു പ്രവൃത്തി. സമൂഹത്തിൽ സാമ്പത്തികമായവരുടെ താഴേക്കിടയിലുള്ളവരോടുള്ള അവഹേളനം, നിന്ദ, ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളോടാണ് മുട്ടത്ത് നമ്പൂതിരിയുടെ ഈ ആധാരപ്പെട്ടി തലയിലേറ്റി നിൽക്കുന്ന കാഴ്ചയിലൂടെ അദ്ദേഹം അവതരിപ്പിക്കുന്നതായിട്ടുള്ള കാര്യം. താഴേക്കിടയിലുള്ളവർ സാമ്പത്തികമുള്ളവരോട് മത്സരിക്കാൻ ശ്രമിക്കുന്ന കാഴ്ച, ഒന്നുമില്ലാതിരിക്കുന്നവർ കടം വാങ്ങിച്ചും പൊങ്ങച്ചം കാണിച്ചും അഹങ്കാരം പ്രകടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കാഴ്ചയുടെ ഒരു പ്രതിനിധികളെ പരിഹസിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ ഒരു കാര്യം. ഇന്ന് വളരെ പ്രസക്തമായ കാര്യമാണ്. ലോകത്തിന് മുൻപിൽ ഏറ്റവും സാമ്പത്തികമായ രീതിയിൽ, ആർഭാടമായ രീതിയിൽ വിവാഹങ്ങളും അല്ലെങ്കിൽ വലിയ വലിയ ചടങ്ങുകളും ചെയ്തു കൂട്ടുന്ന ആളുകൾക്ക് വലിയൊരു അടിയാണ് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു കഥ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കൂടാതെ ആവശ്യമില്ലാത്ത ആചാരങ്ങളും കീഴ്വഴക്കങ്ങളും, അങ്ങനെയുള്ളവ നിറവേറ്റാൻ സാധിക്കാതെ കഷ്ടപ്പെടുന്ന ജനങ്ങളുടെയും അവസ്ഥ, അവരും അതിനുവേണ്ടി മത്സരിക്കാൻ ശ്രമിക്കുന്ന കാഴ്ച, ഇവയെല്ലാം ഈ വാക്കിലൂടെ അല്ലെങ്കിൽ ഈ പ്രവൃത്തിയിലൂടെ കാറ്റിൽ പറക്കുന്നതായിട്ട് കാണാൻ കഴിയും. പാവപ്പെട്ടവരുടെ ബുദ്ധിമുട്ടും പണക്കാരുടെ ആർഭാടവും ആണ് ആർഭാടത്തിനെ മുന്നിലേക്കുള്ള ചാട്ടുളിയാണ് ഈ മുട്ടത്ത് നമ്പൂതിരിയുടെ ഈ ഒരു കഥാതന്തു എന്നുള്ളത് നമുക്ക് നന്നായിട്ടറിയാം. നമുക്കും നമ്മുടെ ചുറ്റിലുമുള്ള ലോകത്തും നമ്മൾ ഉൾപ്പെടുന്ന ലോകവും നമുക്കെങ്കിലും നന്നാക്കാൻ ശ്രമിക്കാം. സാമ്പത്തികമില്ലാത്തവരെയും ആ കാര്യത്തെ പരിഗണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവരെ സഹായിക്കാനുള്ള മനസ്സാണ് ഉണ്ടാകേണ്ടത്, ആർഭാടമല്ല വേണ്ടത് എന്ന ഒരു കാര്യം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്കും ജീവിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കതിൻ്റെ ഉത്തരം അവസാനിപ്പിക്കാം, അല്ലേ? ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. വീണ്ടും നന്ദി, നമസ്കാരം.